C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അണ്ണാ, എല്ലാ ദിവസവും ഇവിടെ വരാൻ നേർച്ചയുണ്ടോ? നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോടാ. നമ്മുടെ താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നോക്കിയിട്ട് പോകുന്നതില് എന്താടാ കുഴപ്പം? അണ്ണാ, ഇങ്ങനെ രാത്രി വന്ന് ചേച്ചിയുടെ വീടും കണ്ടോണ്ട് പോയിട്ട് എന്താണ് പ്രയോജനം? വീടിനകത്തുള്ള ആളെ കാണണ്ടേ? ആ, വില്ലേജ് ഓഫീസർ ആള് ആണിന്റെ തന്റെ ഇടമുള്ള ആളാ. അവര് നമ്മളെ പോലെയുള്ള ആൾക്കാരെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഇവിടെ കിടന്ന് ഇറങ്ങിയിട്ട് എന്താണ് പ്രയോജനം? നീ കൂടുതൽ വർത്താനൊന്നും പറയാതെ വന്നേ. എന്തുവാ? എടാ, ഒരുത്തൻ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോടാ. എവിടെ? എടാ, വീടിനകത്തേക്ക് ആരോ പൂച്ച പോലെ പമ്മി പമ്മി നടക്കുന്നുണ്ട്. അതാണ് വല്ല തോന്നിയതായിരിക്കും. അല്ലടാ, അകത്താരോ കേറിയിട്ടുണ്ട്. പിന്നെ അത് വല്ല നായ്ക്കളോ മറ്റുമായിരിക്കും. അണ്ണ പോകട്ടെ. നായ്ക്കളെയും മനുഷ്യരെയും കണ്ട എനിക്ക് തിരിച്ചറിയാൻ പാടില്ലടാ. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. അണ്ണാ, അബദ്ധമൊന്നും കാണിക്കല്ലേ. വീടിനകത്ത് കടിക്കുന്നൊരു പട്ടിയുള്ള കാര്യം മറന്നുപോയ ഞങ്ങള്. ഈ വീട്ടിൽ നായ്ക്കൾ ഇല്ലടാ. ഓ, ആര് പറഞ്ഞു? അപ്പൊ അഡ്വക്കേറ്റ് വിജയകുമാർ. ചളി അടിക്കാതെടാ, വന്നേ. അണ്ണാ, സൂക്ഷിച്ച്. ദുർഗേച്ചിക്ക് അന്നും ഒറ്റ ലക്ഷ്യമുള്ളൂ പ്രസാദ്, തുളസിയോടുള്ള പക. ആ പക വീട്ടാനുള്ള അവസരങ്ങളൊക്കെ ദുർഗേച്ചി മുതലാക്കും. ഇതിനൊന്നും ഒരു മാറ്റമില്ലാത്തതാണ് എനിക്ക് അത്ഭുതം. എങ്ങനെ മാറ്റം വരും പ്രസാദ്? വേറെ ജോലികളൊന്നുമില്ലല്ലോ. ജീവിത ലക്ഷ്യം ഇതാക്കി മാറ്റിയിരിക്കുക. കെണിവെച്ച് വീഴ്ത്താൻ കാത്തിരിക്കായിരുന്നു അവര്. അതുപോലെ തന്നെ സംഭവിച്ചു. കെണി ഒരുക്കിയതാണെങ്കിലും ഇല്ലെങ്കിലും അവർക്കൊരു നല്ല വഴിയാ കിട്ടിയിരിക്കുന്നത് ആ ഒരു രാത്രിയിലൂടെ. ഈ കുരുക്കിൽ നിന്നും നമ്മൾ ആദ്യമോനെ എങ്ങനെ രക്ഷിച്ചെടുക്കുക? നമ്മുടെ പ്രിയപ്പെട്ടയാൾ ശത്രുപക്ഷത്ത് മുൻനിരയിൽ തന്നെ നിൽക്കുന്നതല്ലേ പ്രസാ നമ്മുടെ പ്രശ്നം. മറ്റൊന്ന്, നമുക്ക് നേരിടാൻ പറ്റിയ ആളല്ല മംഗളയപ്പച്ചി. എതിരാളി ശക്തനാണെങ്കിൽ ഏറ്റുമുട്ടുന്നതിന് ഒരു അന്തസ്സുണ്ട്. ഇത് അപ്പച്ചിയൊക്കെ വെറും തറ നിലവാരം പുലർത്തുന്ന സംസ്കാരമില്ലാത്ത കക്ഷിയല്ലേ, കൾച്ചർലെസ്. അത് ശരിയാ, അവരോടൊക്കെ സംസാരിച്ച് നേടാൻ തന്നെ വലിയ പ്രയാസമാണ്. മാന്യന്മാരെ അപമാനിച്ച് വിജയം നേടുക എന്നതാണ് ഈ അപ്പച്ചിയുടെ ഒക്കെ ഒരു രീതി. അതാണ് നമ്മളെ കുഴപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും. അവരിപ്പോ ആദിമോന്റെ പേരില് സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാ ഭീഷണി. അതെ, അതാണ് അപ്പച്ചിയുടെ നാണം കെടുത്തലിന്റെ മറ്റൊരു രീതി. ആദ്യമോനെ നമ്മളെയൊക്കെ അപമാനിക്കാൻ അവർക്ക് പറ്റും, പക്ഷേ കേസ് കൊടുത്താൽ അവർ തോറ്റുപോകും. അത് പ്രസ് ACP ആയിരിക്കുന്നുണ്ടോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് സ്വാധീനമുള്ളതുകൊണ്ടോ ഞാൻ വീരവാദം മുഴക്കുന്നതല്ല. കേസ് കൊടുത്താൽ എന്ത് ബലം? ആദിമോന്റെ ഭാര്യയാണ് തുളസി. പിന്നെ ആദിമോനും ആതിരയും പ്രായപൂർത്തിയായവർ. എന്ത് സ്ത്രീപീഡനം? ഒരു തെളിവും അവർക്ക് അനുകൂലമാവില്ല. അല്ലെങ്കിലും കേസിലേക്കൊന്നും അവര് പോകില്ല ചേ. അതൊക്കെ നമ്മളെ വിരട്ടാനുള്ള ഓരോ തന്ത്രങ്ങളാണ്. തീർച്ചയായും ആതിര പെൺകുട്ടിയാ. കേസിലൊക്കെ അകപ്പെട്ട് പരാജയപ്പെട്ടു പോയാൽ ആ കുട്ടിയുടെ ഭാവിക്കത് പ്രശ്നമാണ്. ആ വക നാണക്കേടൊന്നും ആ വെളച്ചിൽ പിടിച്ച അപ്പച്ചിക്ക് പ്രശ്നമല്ല ജയ.
അങ്ങനെ ആയിരുന്നെങ്കിലേ നടതള്ളും പോലെ ആ പെൺകുച്ചിനെ ദേവമംഗലത്ത് കൊണ്ടിട്ടിട്ട് പോകും. അത് പിന്നെ ദുർഗേച്ചന്റെ സപ്പോർട്ടിലാണല്ലോ. ആദ്യ മോൻ കല്യാണം കഴിച്ചില്ലെങ്കിലും ആതിര ദുർഗേച്ചിക്ക് ഇപ്പോഴും മരുമകള് തന്നെയാണ്. അങ്ങനെയല്ലേ ആ കുട്ടിയെ കൊണ്ടു നടക്കുന്നത്. ഇത് എങ്ങനെ എന്ന് കലങ്ങി തെളിയും ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. ഒരു ഗത്യന്തരവും ഇല്ലെങ്കിൽ അറ്റ കൈക്ക് ആ സത്യം ദുർഗേച്ചിയോട് പറയണം. എന്റെ സ്വന്തം അച്ഛനാ. എന്നെ തല്ലരുത്. ഇനി എന്റെ അച്ഛന്റെ ദേഹത്തെ തൊടണമെങ്കിൽ അത് എന്നെ കൊന്നിട്ട് വേണം. അച്ഛന് വേണ്ടി വാദിക്കുന്ന ഒരുത്തിയെ ഇനി എനിക്ക് എന്റെ ഭാര്യയായിട്ട് വേണ്ട. ഇനി എന്റെ ജീവിതത്തില് കാർത്തു എന്നൊരു പെണ്ണില്ല. സാർ ഉറങ്ങിയോന്ന്? ശാലിനി, അല്ല അവന്റെ സൂക്കേട്. അല്ല എടോ, തന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ല. എടോ, ഇയാൾ ഉറപ്പായിട്ടും കളക്ടർ ആവുന്ന ബെറ്റല്ലേ? ഫസ്റ്റ് റാങ്ക് കിട്ടും, നോക്കിക്കോ. അതെ, എന്നാ പിന്നെ നമുക്കത് തിരിച്ചു വിട്ടാലോ? സമയം കളയണ്ട. അല്ല, അത് പിന്നെ ഞാനേ എന്റെ കുറച്ച് ബന്ധുക്കളുണ്ട് ഇവിടെ. ഞാൻ അവരുടെ കൂടെ വന്നോളാം. ഇയാള് വേണമെങ്കിൽ പൊയ്ക്കോ. ബന്ധുക്കളാ? അവരെവിടെയുള്ളത്? അത് അവര് ഈ നാട്ടിലുണ്ട്. വിളിക്കൂന്ന് പറഞ്ഞിരുന്നു. ഹലോ, ശാലിനി അല്ലേ ഇത്? അതെ, ഞാൻ വിജയലക്ഷ്മിയാ, രാജീവിന്റെ അമ്മ. ഹലോ ആന്റി. അമ്മ പറഞ്ഞിരുന്നു ആന്റി വിളിക്കൂന്ന്. നിന്റെ പരീക്ഷ കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു ആന്റി. അപ്പോ റെഡിയാണെങ്കില് നമുക്ക് ഒരുമിച്ചങ്ങ് പോയാലോ? പോവാം. നിങ്ങൾ എവിടെയാ ഇപ്പോ? ഞങ്ങള് തക്കലേലാ. ഇവിടെ വലിയൊരു അമ്മൻകോവിലുണ്ട്. അതിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്താ? ശരി, ഞാൻ അങ്ങോട്ട് വന്നോളാം ആന്റി. അപ്പൊ ഫോൺ വെക്കുകയാണേ. ശരി. അവളുടെ പരീക്ഷ കഴിഞ്ഞെന്ന്. അവര് തക്കലയിലാ താമസം. തക്കലേല? എന്നാ ശരി, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം. നാ വന്ന് വണ്ടി കയറി വാ. വണ്ടി കയറാനോ? അതിനേതാ വണ്ടി? ദേ അതന്നെ. എടോ, തന്നോട് ഞാൻ ഒരു വണ്ടി കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതായത് അവനെ ഞാൻ കയ്യോടങ്ങ് വാങ്ങി. ഇനി അത് നാട്ടിൽ കൊണ്ടായിട്ട് വേണം ബിസിനസ് ആക്കാൻ. അത് പിന്നെ ഞാനൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം. ഇയാള് പൊയ്ക്കോ. വെറുതെ ഇനിയും മെനക്കെടണ്ട.
ആ നാഗർകോവിൽ നിന്ന് തക്കിലേക്ക് ഓട്ടോ പിടിച്ച് പോവാനാ. എടോ കിലോമീറ്റർ എത്രയെന്ന വിചാരം? ഏതായാലും ഇയാളുടെ സ്ഥലവിജ്ഞാനം മനസ്സിലായി. മര്യാദയ്ക്ക് വണ്ടി കയറാൻ നോക്ക്. ദേ ഇപ്പൊ കയറിയല്ലേ, ട്രാഫിക്കിൽ അതങ്ങ് ചെല്ലാം. വാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാനൊരു ഫയല് ചോദിച്ചാ അത് തരണ്ടെന്നാ? ഞങ്ങളോട് ഇതുവരെ ഇയാൾ ഫയൽ ചോദിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കൂടെ ചോദിച്ചതാ മാഡം. ബാലു സാറ് തരാന്ന് പറഞ്ഞതുകൊണ്ടാ. കുമാർ പോയിക്കോ. ശരി മാഡം. ആരുടെ കയ്യിലാ ആ ഫയല്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളുടെ അധികാരത്തിൽ ജ്യോതി കൈ കടത്തുന്നത് ശരിയല്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കറിയാം. പരാതി വല്ലതുണ്ടെങ്കിൽ ഡിക്കോട് ചെന്ന് പറയും. ഓ, എങ്കിൽ പിന്നെ ഡിക്കയോട് സംസാരിച്ചിട്ട് മതി നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്. എന്താ ബേക്കറിക്കാരി, റെസ്റ്റോറന്റിലെ ജോലി മതിയായെന്ന് പറയാൻ വേണ്ടി വിളിച്ചാണോ? അല്ല, പറ്റുമെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടികൾക്ക് ഒരു നല്ല ഉപദേശം കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്നോട് കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം. അതിനിപ്പോ എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾക്ക് പകരം ഇവിടെ വന്നിരുന്ന റെസ്റ്റോറന്റ് നോക്കുന്ന ഞാനല്ല. അതെ, അല്ലാന്നിപ്പോ ആര് പറഞ്ഞു? നിങ്ങളുടെ ആൺകുട്ടികൾ തന്നെ. അവർക്കിവിടെ പ്രത്യേകിച്ചൊരു അധികാര പദവി ഉണ്ട് പോലും. അതിനകത്ത് ആരും കൈ കടത്തുന്നത് അവർക്ക് ഇഷ്ടമല്ലാന്ന്. വേറൊന്നുമല്ല ഹിറ്റ്ലറെ, അക്കൗണ്ട്സിൽ നിന്ന് കുറച്ച് ഫയൽ ഞാൻ ചോദിച്ചു. അതെനിക്ക് തരണ്ടാന്ന് ഇവരങ്ങ് ഉത്തരവ് കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. എന്തായാലും എനിക്ക് ആ ഫയല് കിട്ടിയേ പറ്റൂ. അത് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ദാ ഡികെ സംസാരിക്ക. ഹലോ ഡികെ. എന്താ അവിടെ പ്രശ്നം? ഡികെ, ഫയല് മതി. ജ്യോതി ആവശ്യപ്പെട്ട ഫയൽ ഏതായാലും 10 മിനിറ്റിനുള്ളിൽ അത് അവളുടെ മേശപ്പുറത്ത് എത്തിയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ശരി ഡികെ. എന്തൊരു എനക്ക് എന്താ മുഖം വല്ലാതിരിക്കുന്നത്? നീയും സാൻഡ്രയും ശ്രീലക്ഷ്മിയെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനത് ചെയ്യാതിരുന്നത്. ശ്രീലക്ഷ്മിക്ക് നിങ്ങൾ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ ഈ ദിവസങ്ങളിൽ നടന്ന ഇൻസിഡൻസ് ഓർക്കുമ്പോൾ എന്റെ വിശ്വാസം തെറ്റായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തോന്നൽ എന്റെ മനസ്സിനെ തകർത്ത് കളയുന്നു രാജാറാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ സംശയിച്ചതുപോലല്ല കാര്യങ്ങൾ. കാര്യങ്ങൾ കൈവിട്ടു പോകുക ഓരോ നിമിഷവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. പക്ഷേ ഈ സിറ്റുവേഷൻ വളരെ സൂക്ഷിച്ചു വേണം ഹാൻഡിൽ ചെയ്യാൻ. ശ്രീലക്ഷ്മിയുടെ മാനസികമായ പ്രശ്നങ്ങൾ നീ അറിഞ്ഞു എന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായാൽ അത് ശ്രീലക്ഷ്മി എങ്ങനെ ഉൾക്കൊള്ളുന്നു ഓർക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്. എവിടെയെങ്കിലും ഒരു ചൂട് മാറിപ്പോയാൽ നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൈവിട്ടു പോകും. നമുക്ക് ഡോക്ടർ ദേവിക റാണി ഒന്ന് കൺസൾട്ട് ചെയ്താലോ? വീട്ടിൽ വന്ന് നോക്കാൻ പറയാം. അറിയാവുന്ന ആളാണല്ലോ. എന്തിന്? ഒരിക്കൽ നീ അവരുമായി സംസാരിച്ചതല്ലേ? ദേവിക റാണിയെ അല്ല നമുക്കിപ്പോ കാണേണ്ടത്, നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണണം. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് വേറെ ആരും അറിയരുത്. അതിനെ നമുക്ക് കുറച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും നോക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറം ശ്രീലക്ഷ്മിയുടെ മനസ്സ് വിഷമിപ്പിക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ.
കഴിവതും ഒരു ഹോസ്പിറ്റലിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ശ്രീലക്ഷ്മിക്ക് ഒരിക്കലും തോന്നരുത്. ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. മേ ബി അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും ബെസ്റ്റ് സൈക്കാട്രിസ്റ്റിനെ അടുത്ത് തന്നെ ശ്രീലക്ഷ്മിയെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോവാം. നീ വിഷമിക്കണ്ട, ഞാൻ അന്വേഷിക്കട്ടെ. ഐ വിൽ ട്രൈ ടു ഫൈൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ യു. സംതിങ് റോങ്. ഐ തിങ്ക് സോ. ഈ CCTV വിഷ്വൽസിൽ നിന്നും ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ, ഈ സിസ്റ്റർ പലതവണ സിദ്ധുവേട്ടന്റെ റൂമിലും പരിസരത്തും വന്നതായി ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നല്ലോ. ആ യെസ്, ഫാത്തിമ എന്നല്ലേ പേര് പറഞ്ഞേ? അതെ ഡോക്ടർ. ആ, ഫാത്തിമ എന്ന പേരുള്ള ഒരു നഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സിസ്റ്റർ അന്ന് മെറ്റേണിറ്റി വാർഡിലായിരുന്നു ഡ്യൂട്ടി. മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത് ഫാത്തിമ അല്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇത് വേറൊരു പെൺകുട്ടിയാ. പിന്നെ മുഴുവൻ ലേഡി സ്റ്റാഫിന്റെയും ഡോക്ടേഴ്സിന്റെയും പിക്ചേഴ്സ് ഞാൻ ചെക്ക് ചെയ്തു, വെരിഫൈയും ചെയ്തു. മാസ്ക് വെച്ചിരുന്നത് കൊണ്ട് ഈ കുട്ടിയുടെ മുഖം വ്യക്തമല്ല. പിന്നെ അപർണ പറഞ്ഞ ഈ സിസ്റ്ററെ നമ്മുടെ സ്റ്റാഫ് ലിസ്റ്റിൽ ഒട്ട് ഉൾപ്പെട്ടിട്ടുമില്ല. ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാരും കണ്ടിട്ടും അത് തന്നെ പറഞ്ഞതും. ഡോക്ടർ, ഈ അപകടം ഉണ്ടാക്കിയത് ഒരു അറ്റൻഡർ ആയിരുന്നല്ലോ. അയാള് ഇവിടുത്തെ സ്റ്റാഫാണോ? ഏയ് അല്ല, അയാളും ഈ പറഞ്ഞ പെൺകുട്ടിയും പുറത്തുനിന്ന് വന്നവർ തന്നെയാ. എന്ന് വെച്ചാൽ ആരോ ഇവരെ രണ്ടുപേരെയും നിയോഗിച്ചു എന്ന്. സിദ്ധു ആണ് ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഷുവറാണ്. അല്ല, സിദ്ധുവിന്റെ ജീവനെടുക്കാൻ മാത്രം ശത്രുതയുള്ളവരാരെങ്കിലും ഉണ്ടോ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്? ഡോക്ടർ, എന്റെ അറിവില് അങ്ങനെ ബിസിനസ്സിൽ ശത്രുക്കളാരും സൊനാലിക്കില്ല. പക്ഷേ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ മാത്രം മുതിരുന്നത് അതിന് തക്കതായ എന്തെങ്കിലും കാരണമുണ്ട് ഡോക്ടർ. ഞാനും സിദ്ധുവേട്ടനുമായിട്ടുള്ള കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഓ, അങ്ങനെയുണ്ടോ? അല്ല, അതാരാ? അതാരാണ് എന്താണ് എന്നുള്ളതിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും പോലീസിൽ പരാതി കൊടുക്കുന്നതിന് നടപടികൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഗുഡ്വില്ലിനെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഡോക്ടർ സിദ്ധുവേട്ടന്റെ പപ്പയുടെ സുഹൃത്താണല്ലോ. പക്ഷെ തൽക്കാലം ഈ കാര്യങ്ങളൊന്നും പപ്പ അറിയിക്കണ്ട. ആളാകെ ടെൻഷനായി പോവും. ഞാനും അത് ആലോചിച്ചതാ. സിദ്ധുവേട്ടനൊന്ന് ഓക്കെ ആയിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് അപ്പം ആലോചിക്കാം. ശരി, ആയിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ. ശരി. അപർണ, വളരെ സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.